പൊന്നമ്പലമേട്, ചിറ്റമ്പലമേട്, മയിലാടുംമേട്, മാതങ്കമേട്, കൽക്കിമല, സുന്ദരമല, നാഗമല, ഗൗണ്ടമല, ശബരിമല, തേവന്മല, പുതുശ്ശേരിമല, കരിമല, നീലിമല, കാളകെട്ടി, ഇഞ്ചിപ്പാറ, ചീപാതമല, തലപ്പാറ, നിലക്കിലാതി മലകളും ആൾപോകും വഴി, നീരൊഴുകും ചോല, നരിപെറും കാട്, മാനോടും മേട്, പമ്പയാർ, അഴുതയാർ, ആനകേറും മല, ആളുവാഴാമല, ആദിയുടയോൻ പൊന്നുടയോൻ മലവാഴും പരമ്പൊരുൾ കാക്കണം നാടിനെ, കാക്കണം കാടിനെ, കാത്തുരക്ഷിക്കണം മലയാള നാടിനെ. കോർമൻകാരനവർ ഉറഞ്ഞു തുള്ളി. മലയരയന്മാരും പന്തളം തമ്പുരാനും അയ്യപ്പനും പരിവാരങ്ങളും തൊഴുതു നിന്നു. നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുന്നിൽ അവലും ശർക്കരയും മുന്തിരിയും കൽക്കണ്ടവും പഴവും ചേർത്ത് പ്രസാദമുണ്ടാക്കി. ചിണ്ടൻ ചുറ്റും നിന്നവർക്ക് നൽകി. കോർമൻകാരനവർ അയ്യപ്പൻ്റെ മുഖത്തേക്ക് ഭസ്മം വിതറി. ഏങ്കള പൈതലെ കാക്കണം പൊന്നുടയോനെ, ഏങ്കളെ മക്കൾക്ക് തുണയേകണം തമ്പുരാനെ. മലയരയ പെണ്ണുങ്ങൾ വായ്ക്കുര വീട്ടു. പന്തളം കോവിലകത്തെ തേവാരപ്പുരയിൽ മണിമുഴങ്ങി. പടയാളികൾ ശംഖ് വിളിച്ചു. വാവരും രാമൻകടത്തെയും ചടങ്ങുകളൊക്കെ നിരീക്ഷിച്ചു നിന്നു. വാവരുടെ വിരലുകളിലൂടെ തസ്ബീലെ മുത്തുകൾ പരിക്രമണം ചെയ്തു. കൊച്ചുകെട്ടത്തെയാകട്ടെ ചുറ്റും കണ്ണോടിച്ചു നിന്നു. കുന്തിരിക്കപ്പുക കോവിലകമാകെ നിറഞ്ഞു. ദേശം കടന്നും അതിര് കടന്നും വന്ന പടയാളികൾ തങ്ങളുടെ പടത്തലവന് അഭിവാദ്യം അർപ്പിച്ചു. അയ്യപ്പ തിന്തകത്തോം തോം, മണികണ്ഠൻ തിന്തകത്തോം, മണികണ്ഠൻ തിന്തകത്തോം തോം, അയ്യപ്പ തിന്തകത്തോം. പൂങ്കുടിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ തോഴനിത പന്തളത്തിൻ്റെ രക്ഷകനാകാൻ പോകുന്നു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ ശാന്തമായിരുന്നു. തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും ബാധിച്ചിട്ടില്ലാത്ത പോലെ. വലിയ തീവട്ടികളുടെ വെളിച്ചത്തിൽ അവൻ്റെ മുഖം തിളങ്ങി. പൂങ്കുടി കണ്ണുകളടച്ചു. അപ്പോഴും ഉള്ളിലത 1000 പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം. അയ്യപ്പൻ പന്തളം രാജാവിൻ്റെയും കണ്ടൻ്റെയും കറുത്തമ്മയുടെയും അനുഗ്രഹം തേടി. രാമൻകടത്തെയും കൊച്ചുകടത്തെയും അവനെ പുണർന്നു. ബാവർ അവനെ അഭിവാദ്യം ചെയ്തു. അവൻ മഹാറാണിയെ അവിടമാകെ തിരഞ്ഞു. കണ്ടില്ല. ഇനി അവൻ പന്തളത്തെ പടത്തലവൻ മാത്രമല്ല, ദേശത്തെ രാജകുമാരൻ കൂടിയാണ്. തമ്പുരാൻ അവന് പുതിയ സ്ഥാനപ്പേര് നൽകി, ആര്യൻ കേരുളൻ. പന്തളം തമ്പുരാൻ്റെ ദത്തപുത്രൻ. രാജമനനും ആനന്ദത്തിന് അതിരില്ലായിരുന്നു. ഈ ചെറിയ കാലയളവിനുള്ളിൽ അവൻ അയ്യപ്പൻ എല്ലാമെല്ലാമാണ്. മഹാറാണി മാത്രം ചടങ്ങുകളിൽ നിന്നും അകലം പാലിച്ചു. ദേശവാസികളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഇടയ്ക്കിടെ വന്നും പോയി നിന്നു. പന്തളം കോവിലകത്ത് അയ്യപ്പൻ്റെ വാഴിക്കൽ ചടങ്ങുകൾക്ക് അതോടെ സമാപ്തിയായി. കാടും നാടും ഒന്നിച്ച ചടങ്ങ്. പിറ്റേന്ന് തമ്പുരാൻ്റെ സേവകൻ അയ്യപ്പൻ്റെ മാളികയിലെത്തി. തിരുമനസിനെ മുഖം കാണിക്കാൻ പറഞ്ഞു. അയ്യപ്പൻ സേവകനെ തിരികെ അയച്ചു. മഹാരാജാവ് അവനെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. അവൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അദ്ദേഹം അവനെ അകത്തേക്ക് കൂട്ടി. വാതിലുകൾ അടച്ചു. കുഞ്ഞേ, കുറച്ച് ദിവസമായി നാം ശ്രദ്ധിക്കുന്നു. നിന്നെ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ? നീ എന്തെങ്കിലും ആശങ്കയിലാണോ? ആരെങ്കിലും നിന്നോട് അനിഷ്ടം കാണിക്കുന്നുണ്ടോ? അദ്ദേഹം വാത്സല്യത്തോടെ അവൻ്റെ ചുമലിൽ കൈവച്ചു. അവൻ പുഞ്ചിരിച്ചു. തിരുമനസേ, എന്നെ അലട്ടുന്നത് കോവിലകത്തിൻ്റെ അകമല്ല, പുറമാണ്. പല ദേശക്കാരും പടയയക്കാമെന്ന് നമുക്ക് വാക്ക് തന്നിരുന്നു. എന്നാൽ ഇനിയും നമ്മുടെ പട പൂർണ്ണമായിട്ടില്ല. പെരുമ്പടപ്പ് മൂപ്പിന്ന് അയക്കാമെന്ന് പറഞ്ഞ 500 പടയാളികളെത്താൻ ചിങ്ങം കഴിയുമെന്നും. കായംകുളത്തിൻ്റെ കാര്യം അതുതന്നെ. ചുരുക്കി പറഞ്ഞാൽ ആലങ്ങാട്ട് സംഘവും അമ്പലപ്പുഴ സംഘവും മാത്രമേ എത്തിയിട്ടുള്ളൂ. ചീരപ്പഞ്ചെറിയിലെ അഭ്യാസികളും മലയരയന്മാരും എന്തിനും കൂടെയുണ്ട്. വാവരുടെ പടയും എത്തി. എങ്കിലും നമുക്ക് വേണ്ടതായിട്ടില്ല. അയ്യപ്പൻ വസ്തുതകൾ നിരത്തി. രാജാവ് ചിന്തയിലാണ്ടു. പെരുമ്പടപ്പ് മൂപ്പി എന്ന് പറയുന്ന കാരണം എന്താണ്? രാജാവ് ചോദിച്ചു. ചിങ്ങത്തിലെ തിരുവോണം വിശേഷമാണ്. പൂർണ്ണത്രയീശൻ്റെ മണ്ണിലെ അത്തച്ചമയം കഴിഞ്ഞാലേ പട പുറപ്പെടുവെന്നു. കായംകുളത്തിൻ്റെ സ്ഥിതിയും ഇതുതന്നെ. ആചാരപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ലല്ലോ കുഞ്ഞെ, അതുകൊണ്ടാവും. അല്ല തിരുമനസേ, വിട്ടുവീഴ്ച ചെയ്യും. അത് സ്വന്തം നേരെയാണ് വരുന്നതെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യും. പെരുമ്പടപ്പിനെയാണ് ചോളപ്പട ആക്രമിക്കുന്നതെങ്കിൽ സദ്യ ഉണ്ട് ഇലമടക്കിയ ശേഷം പടകൂട്ടാമെന്നാകുമോ തീരുമാനം? ഒരിക്കലുമല്ല. ഇതിപ്പോൾ പന്തളത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഈ ദേശത്തെ നാട്ടിലെയും കാട്ടിലെയും ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് നമ്മുടെ മാത്രം കാര്യമാണ്. അതിനാൽ പോരാടേണ്ടതും നമ്മൾ തന്നെയാണ്. അയ്യപ്പൻ മുഷ്ടി ചുരുട്ടുന്നത് രാജാവ് ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്ത് പതിവില്ലാത്ത വിധം കോപം വരുന്നു. മുഖം ചുവക്കുന്നു. സമാധാനപ്പെടൂ കുഞ്ഞെ, നമുക്ക് പെരുമ്പടപ്പിലേക്കും കായംകുളത്തേക്കും ദൂതരെ അയക്കാം. അതുകൊണ്ട് കാര്യമില്ല തിരുമനസേ. ആർക്കെങ്കിലും വേണ്ടിയുള്ള യുദ്ധത്തിൽ ആത്മാർത്ഥത കുറയും. പ്രത്യേകിച്ചും അവരുടെ ആഘോഷങ്ങൾ മുടങ്ങുമെന്നുകൂടി അറിയുമ്പോൾ. ആവേശം മൂത്ത് ഉള്ള പടയുമായി നമ്മൾ മലകയറിയാൽ ആപത്ത് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. രാജാവ് അവനെ ആശ്വസിപ്പിച്ചു.
നമുക്ക് തിടുക്കം കൂട്ടണ്ട. എന്നാൽ സജ്ജീകരണങ്ങൾ ഒട്ടും കുറയ്ക്കുകയും വേണ്ട. കാട്ടിലെ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കണം. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ള സംഘങ്ങളെ പലതായി തിരിച്ച് പലയിടത്തായി വിന്യസിക്കണം. പടനീക്കം തുടങ്ങുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാം. അതാകില്ലേ നല്ലത്? തീർച്ചയായും തിരുമനസ്സേ, അതാണ് നല്ലത്. ഒട്ടും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന കാലമല്ല നമുക്കുള്ളത്. 18 മലകളിൽ അമ്പലമേടും ശബരിമലയും പിടിച്ചെടുത്തു എന്നാൽ കാട് മുഴുവൻ അവർ കീഴടക്കി എന്നാണ് അർത്ഥം. തൽക്കാലം നാടിന് ഭീഷണി ഉണ്ടാവില്ലെന്ന് കരുതാം. നമ്മുടെ പടയൊരുക്കം അറിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരില്ല. പതിയിരുന്ന് ചാടി വീഴുന്നതാണല്ലോ പുലിക്ക് പ്രിയം. തിരുമനസ്സേ, നമ്മുടെ പടയാളികൾക്ക് നാളെ മുതൽ നിഷ്ഠയുള്ള അഭ്യാസം വേണം. അവരിൽ ആത്മവിശ്വാസം ഉണർത്തണം. എല്ലാ ദിവസവും നഗരപ്രദക്ഷിണം വേണം. ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ചുള്ള പമ്പാസ്നാനം. ഇനി ആഘോഷങ്ങളല്ല വേണ്ടത്, ഒരുക്കമാണ്. മാനസികവും ശാരീരികവുമായ പരുവപ്പെടൽ. തമ്പുരാൻ അവൻ്റെ തലയിൽ സ്നേഹത്തോടെ തലോടി. നീ എന്ത് ചെയ്താലും ഈ ദേശം മുഴുവൻ നിൻ്റെ കൂടെയുണ്ട്. സമാധാനമായിരിക്കും. അയ്യപ്പൻ തമ്പുരാനെ അഭിവാദ്യം ചെയ്തു. രാത്രി ഏറെയായിട്ടും അവന് ഉറക്കം വന്നില്ല. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ചെറിയ ചാറ്റൽ മഴ. അവൻ അറയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തലയിൽ ചാർത്തി കിട്ടിയ പുതിയ കിരീടത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു. പന്തളത്തിൻ്റെ ദത്തുപുത്രൻ ആര്യൻ കേരുളൻ. കോർമൻകാരനവരുടെ വെളിപാടിൽ വിശ്വസിക്കുന്നവരാണ് ചുറ്റുമുള്ളത്. പെരുമ്പാറ്റയെ പിടിക്കുന്ന പൈതൽ. പെരുമ്പാറ്റയെ അമർച്ച ചെയ്യേണ്ടത് ദേശത്തിൻ്റെ ആവശ്യമാണ്, തൻ്റെ ജീവിതവ്രതവും. പക്ഷേ ഈ രാജകുമാരൻ്റെ പദവിയും നാട് വാഴുമെന്ന പ്രവചനവുമൊന്നും ഒട്ടും മോഹിപ്പിക്കുന്നില്ല. കൊട്ടാരക്കെട്ടിലെ ആഡംബരങ്ങളെക്കാൾ മോഹിപ്പിക്കുന്നത് കാടിൻ്റെ വന്യതയാണ്, അതിൻ്റെ കരുതലാണ്. മഹാരാജാവിന് തന്നോടുള്ള വാത്സല്യം, മഹാറാണിക്കുള്ള അകൽച്ച. വാസ്തവത്തിൽ വാത്സല്യവും വിദ്വേഷവും ഒന്നു തന്നെയല്ലേ? ഒന്നിനെക്കുറിച്ചുള്ള ചിന്തയുടെ രണ്ടറ്റങ്ങൾ. അതിൻ്റെ നടുക്കൊരിടമുണ്ടാവും, തുലാസിൻ്റെ ഒത്ത നടുക്കുള്ള സൂചി പോലെ. ആ സൂചി മുന്നിലേക്കെത്താൻ ഇനി എത്ര കാലം താണ്ടണം? നാടിനെ കാർന്നു തിന്നുന്ന വ്യാധിയെ കരിച്ചു കളഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. 18 മലകളിൽ ഒരിടം തനിക്കായി എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവിടെ തെളിഞ്ഞു നിൽക്കുന്ന തീനാളം. അതിലേക്ക് നടന്നടുക്കുന്നത് ഇപ്പോൾ കാണാനാവുന്നു. പട്ടുവസ്ത്രങ്ങളും പട്ടങ്ങളുമില്ലാത്ത യാത്ര. ഓരോ മലകളും ചവിട്ടുമ്പോൾ ഭാരം ഒന്നൊന്നായി അഴിഞ്ഞു വീഴുന്നു. ഒടുവിൽ ശൂന്യതയിലേക്ക്. മഴ കനക്കുന്നു, കൊള്ളിയാൻ മിന്നുന്നു. കാതടച്ചുകൊണ്ടുള്ള ഇടിമുഴക്കം. അവൻ പുറത്തേക്കിറങ്ങി. മഴയിൽ അലിഞ്ഞു. കൊട്ടാരമുറ്റത്തെ പുൽത്തകിടിയിലൂടെ അയ്യപ്പൻ നടന്നു. ഇടയ്ക്കിടെ വരുന്ന മിന്നൽ വെളിച്ചത്തിൽ അവൻ കോവിലകം കണ്ടു. അതിൻ്റെ വലിപ്പം കുറയുന്നത് പോലെ, ചെറുതായി ചെറുതായി പോകുന്ന പോലെ. അവൻ കണ്ണുകളടച്ചു, മഴയെ ധ്യാനിച്ചു. ഇപ്പോൾ ഉള്ളിൽ ആശങ്കകളില്ല, ആകുലതകളില്ല. മഴ പെയ്യുകയാണ്. ഉള്ളിലെ പൂങ്കാവനങ്ങളിൽ നനയുകയാണ് ശബരിമല കാടുകൾ.